നമസ്കാരം. ഞാൻ ഇന്നിവിടെ എഗ് ടോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് പാലാണ് അതിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കണത് 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 നുള്ള് കറുവാപ്പട്ട പൊടിച്ചതാണ് കേട്ടോ. 1 നുള്ള് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ വാനില എസൻസ് നമ്മൾ ഒരു 2 ഡ്രോപ്സ് മതി, അതും ഇതിലൊഴിക്കുന്നുണ്ട്. പിന്നെ 1 നുള്ളു ഉപ്പ്. ഇനി നമ്മൾ നന്നായി ഇളക്കണം. ഈ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് മുക്കിയിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രൈ പാൻ നന്നായി ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കൂടെ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളറാവണം. നമ്മൾ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഗോൾഡൻ കളർ ആയില്ല എന്നുണ്ടെങ്കിൽ സാധനം ബ്രെഡ് മുക്കി ഇട്ടത് ഇട്ട് കഴിഞ്ഞാൽ അത് അടി പിടിക്കും. അപ്പോൾ നല്ലൊരു കളർ വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് നമ്മുടെ എന്താ പറയുക ഓംലെറ്റിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മുക്കിയെടുക്കാം നമുക്ക്. നമ്മളിത് മൂത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് വശത്തൊക്കെ കണ്ടു കുമിള പോലെ വരുന്നത്. ആ കുമിള പോലെ വരുന്നത് ഇല്ലാതെ ചെറുതായി വരും അത്. അപ്പോഴാണ് ഇത് മൂത്തെന്ന് അറിയുക. അപ്പോൾ നമുക്കത് മറിച്ചിടാം. അപ്പോൾ അതായി വരട്ടെ കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റോളം അടുത്ത ഭാഗം കൂടി ആയി വരട്ടെ. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ നമുക്കിനിപ്പോൾ അടുത്തതൊക്കെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എഗ് ടോസ്റ്റ് ഇവിടെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഒരു 10 കിട്ടിയിട്ടുണ്ടാവും. അതിൽ 7 ഇവിടെ 3 കുട്ടികൾ എടുത്തുകൊണ്ട് പോയി. അപ്പം നമുക്കിത് വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു ഭക്ഷണമാണ്. രാവിലെ അവർക്ക് കഴിക്കാനും കൊടുക്കാം, ഉച്ചയ്ക്ക് കൊടുത്തയക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.